നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമൺ ആയിട്ട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നമുക്ക് പ്രഗ്നൻസിയിൽ കഴിക്കേണ്ട മെഡിസിൻസിനെ പറ്റി. അതായത് നമ്മൾ പൊതുവേ പറയും ഗർഭകാലത്ത് കഴിയുന്നതും നിങ്ങൾ വേറെ മരുന്നുകളൊന്നും വാങ്ങിക്കരുത്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകളൊന്നും മേടിച്ച് സ്വന്തമായിട്ട് കഴിക്കരുത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഗർഭകാലത്ത് എല്ലാ ഗർഭിണികളും ഒരിക്കലും ഒഴിവാക്കാതെ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ കഴിക്കേണ്ട മെഡിസിൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ യൂഷ്വലി നമ്മൾ പ്രഗ്നൻസിയിലെ ആദ്യത്തെ ചെക്കപ്പിന് പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ പ്ലാൻ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്. അപ്പൊ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരു വൈറ്റമിൻ തന്നെയാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അളവ് നമുക്ക് പ്രഗ്നൻസിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ നോർമൽ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഗർഭകാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് ഈ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞിനുണ്ടാകുന്ന വൈകല്യങ്ങൾ, നമ്മൾ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയും. ന്യൂറൽ ട്യൂബ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും തലച്ചോറിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനും ഒക്കെ ഉണ്ടാകുന്ന ചില ഡിഫക്ട്സ് അഥവാ വൈകല്യങ്ങൾ, അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോളിക് ആസിഡ് കഴിക്കാനായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഫോളിക് ആസിഡ് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അബോർഷൻസിനെ, അതായത് ഗർഭം അലസിപ്പോകുന്നതിനെ തടയുന്നതായും ഒത്തിരി പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് മറുപിള്ള വിട്ടുപോരുന്ന ഒരു കണ്ടീഷനുണ്ട്, അബ്രപ്ഷൻ നമ്മൾ പറയും. മറുപിള്ള വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ട് കുഞ്ഞിന്റെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഫോളിക് ആസിഡിന്റെ ലെവല് നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചെക്കപ്പിന് വരുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് കഴിക്കേണ്ടത്? നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴാണോ നമ്മൾ പ്രഗ്നൻസി ഉദ്ദേശിക്കുന്നത് അതിന് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം മുന്നേ എങ്കിലും നമ്മൾ ഈ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ്സ് കഴിച്ചു തുടങ്ങണം. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 3 മാസം, ഗർഭകാലത്തിന്റെ ആദ്യത്തെ ഒരു 3 മാസം 12 ആഴ്ച വരെയുള്ള കാലഘട്ടത്തിലാണ് ഫോളിക് ആസിഡ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് മിസ് ചെയ്യാതിരിക്കുക. ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷം, ആഹാരത്തിന് ശേഷം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമേ തുടങ്ങേണ്ടതും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ടാബ്ലറ്റ്സിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് വരുന്നത് ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഥവാ പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് ഒരു 3 മാസം മുന്നേ നമുക്ക് കഴിക്കാൻ തുടങ്ങിയില്ല, വിട്ടുപോയി, പെട്ടെന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുമ്പോൾ പോസിറ്റീവ് ആയെങ്കിൽ തീർച്ചയായിട്ടും അപ്പം മുതലെങ്കിലും, അതായത് പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് നോക്കി പോസിറ്റീവ് ആകുമ്പോൾ മുതലെങ്കിലും നമ്മൾ കഴിക്കാനുള്ള ടാബ്ലറ്റ് ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ചിലർക്ക് ഛർദി ഓക്കാനൊക്കെ കാരണം ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവര് ഛർദിലിന്റെ അല്ലെങ്കിൽ ഓക്കാനത്തിന്റെ ഒക്കെ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം ഫോളിക് ആസിഡ് കഴിക്കുക. കാരണം നമ്മൾ ടാബ്ലറ്റ് കഴിച്ച് ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഛർദിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ടാബ്ലറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. അങ്ങനെയുള്ള കേസിൽ തീർച്ചയായിട്ടും ഛർദിയുടെ ടാബ്ലറ്റ് എടുത്തതിന് ശേഷം ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയൺ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അയൺ ടാബ്ലറ്റ്സ് നമ്മളിപ്പോ ഫ്രീലി അവൈലബിൾ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ്, ആശാ വർക്കേഴ്സ് ഒക്കെ വഴി. പക്ഷെ സ്റ്റിൽ പലരും അയൺ ടാബ്ലറ്റ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഊപ്പിൽ വന്നൊരു പേഷ്യന്റ് മറ്റ് ഒരു ജില്ലയിൽ റെഗുലർ ആയിട്ട് ചെക്കപ്പിന് പോകുന്ന ഒരു പേഷ്യന്റാണ്. പക്ഷെ പനി, ചുമ അങ്ങനത്തെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത്യാവശ്യത്തിന് നമ്മുടെ ഇവിടെ കാണിക്കാൻ വന്നതാണ്. ഇവിടെ എന്തോ ഫംഗ്ഷൻ വന്നതായിരുന്നു. അപ്പൊ കാണിക്കാൻ വന്നപ്പോ നോക്കിയപ്പോ നല്ല പനിയുണ്ട്. അപ്പോൾ ബ്ലഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പം കൗണ്ടൊക്കെ നോക്കണമല്ലോ, തീർച്ചയായിട്ടും കൗണ്ട്, രക്തത്തിന്റെ അളവെല്ലാം നമ്മൾ നോക്കും. അപ്പൊ അങ്ങനെ നോക്കിയപ്പം രക്തത്തിന്റെ അളവ്, ഹീമോഗ്ലോബിന്റെ ലെവൽ എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം ഒരു 12-14 ഹീമോഗ്ലോബിന്റെ ലെവൽ വേണ്ടത്, ഗ്രാം പെർ ഡെസിലിറ്റർ അത്രയും വേണം. പക്ഷെ ഈ കുട്ടിക്ക് നോക്കിയപ്പോഴത്തേക്കും 8.6 കുറവാണ്, നോർമൽ റേഞ്ചിൽ നിന്നും ഒത്തിരി കുറവാണ്. അപ്പോൾ നമ്മൾ പേപ്പേഴ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് നോക്കി എന്താണ് ഇഷ്യൂ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഛർദിലിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് പൊതുവെ കോംപ്രമൈസ്ഡ് ആണ്, ഇപ്പോൾ കാര്യമായിട്ട് ഫുഡ് കഴിക്കുന്നില്ല. അപ്പൊ മേ ബി ആഹാരത്തിലുള്ള വ്യത്യാസം കാരണമായിരിക്കാം ആവശ്യമുള്ള അയൺ റിച്ച് ആയിട്ടുള്ള രക്തം ഉണ്ടാവാനായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ചിലപ്പം ഉള്ളിൽ ചെല്ലുന്നില്ല. അതുപോലെ തന്നെ ചോദിച്ചു വന്നപ്പോഴാണ് അയൺ ടാബ്ലറ്റ്സ് പുള്ളിക്കാരി കഴിക്കുന്നില്ല. അയൺ ടാബ്ലറ്റ്സ് റെഗുലർ ആയിട്ട് ചെക്കപ്പിന് പോകുമ്പോൾ ആ ഡോക്ടർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ആള് മേടിക്കുന്നുമുണ്ട്. പക്ഷെ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഛർദി വരുന്നു അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് ആള് അയൺ ടാബ്ലറ്റ്സ് റെഗുലർ ആയിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫുഡിന്റെ അഭാവവും
അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റ്സ് കഴിക്കാത്തത് കൊണ്ടാണ് ഇത്രയും രക്തം കുറഞ്ഞു പോയത്. അപ്പോൾ രക്തക്കുറവ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ അണുബാധയുടെയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും കുറയും, ഇമ്മ്യൂണിറ്റിയും നമ്മൾ പറയും. അത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അണുബാധകൾ വരാൻ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ കാര്യം പറഞ്ഞതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതുപോലെ പലർക്കും ഇതുപോലെ ഛർദി അല്ലെങ്കിൽ നെഞ്ചരിച്ചില് അങ്ങനത്തെ ബുദ്ധിമുട്ട് കാരണം അയൺ ടാബ്ലറ്റ്സ് കഴിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഒത്തിരി അധികം അയൺ പ്രിപ്പറേഷൻസ്, അയൺ ടാബ്ലറ്റ്സിന്റെ വേരിയേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഛർദി ഓക്കാനൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന വേറെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ പറയുന്ന അയൺ ടാബ്ലറ്റ്സ് എപ്പോഴും ഫുഡിന് മുന്നേ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ശരീരം മാക്സിമം വലിച്ചെടുക്കുന്നത്. ഫുഡിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും വലിച്ചെടുക്കാനായിട്ട് ശരീരത്തിന് പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴുള്ള പുതിയ പ്രിപ്പറേഷൻസ് ശരിക്കും ഫുഡിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അയൺ ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയൺ ടാബ്ലറ്റ്സ് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാരണം അയൺ ടാബ്ലറ്റ്സ് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് രക്തം കൂടാനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരാം, ബ്ലഡ് കയറ്റേണ്ടി വരാം, അങ്ങനെയുള്ള അടുത്ത സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും രക്തക്കുറവ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് പ്രസവ സമയത്ത് തീർച്ചയായിട്ടും ഹീമോഗ്ലോബിന്റെ ലെവല് മിനിമം 11 വേണം. 12 നോർമൽ, മിനിമം 11 ഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും വേണം. അപ്പോൾ അയൺ ടാബ്ലറ്റ്സ് ഈ രീതിയിൽ സ്കിപ്പ് ചെയ്യുന്നുണ്ടവര്. അപ്പൊ അയൺ ടാബ്ലറ്റ്സ് ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒഴിവാക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് ഈ കാര്യം പറയാം. ഇന്ന കാരണം കൊണ്ട് ഞാൻ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നില്ല, ഈ ടാബ്ലറ്റ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് ടാബ്ലറ്റ് മാറ്റി തരും. മറ്റൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചിലപ്പം ഈസി ആയിട്ട് കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ എന്തിനാണ് നമ്മൾ രക്തക്കുറവ് വരരുത് എന്ന് പറഞ്ഞ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഹീമോഗ്ലോബിന്റെ ഒരു അവിഭാജ്യമായിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ശരീരത്തിലെ മെയിൻ ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും ഓക്സിജൻ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഓക്സിജൻ പ്രോപ്പറായിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിന്റെ ലെവല് ശരീരത്തിൽ നോർമൽ ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിലേക്കും ഇതേ ബ്ലഡാണ് പോകുന്നത്. അപ്പോൾ രക്തത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലേക്കും ഓക്സിജൻ കിട്ടുന്നത് കുറയും, കുഞ്ഞിന് വളർച്ചക്കുറവിന് അത് കാരണമാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തക്കുറവുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് പ്രസവ സമയത്ത് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവാനും അതുപോലെ തന്നെ രക്തം കയറ്റേണ്ടി വരാൻ ആ സമയത്ത് ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അയൺ ടാബ്ലറ്റ്സ് റെഗുലർ ആയിട്ട് തന്നെ ഗർഭകാലത്ത് എടുക്കുക. ഇത് എപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞിട്ട്, അതായത് ഒത്തിരി ഓക്കാനം ഛർദിയൊക്കെ ഉള്ള ആ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അയൺ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ഡെലിവറി വരെയും നമ്മൾ കഴിക്കണം. ശരിക്കും ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ 3 മാസത്തിലും, അതായത് ഡെലിവറി സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ബ്ലഡിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 3 മാസങ്ങളിലും നമ്മൾ അയൺ ടാബ്ലറ്റ് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതാണ് രണ്ടാമത്തെ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടാബ്ലറ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റും ഒക്കെ ഒരുമിച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മാസം കഴിഞ്ഞിട്ട്. കാൽഷ്യം ടാബ്ലറ്റും ഇതുപോലെ 3 മാസം കഴിഞ്ഞ ആ പീരീഡ് മുതൽ പ്രസവം വരെയും പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് പാല് കൂട്ടുന്ന അത്രയും നാളും നമ്മൾ ശരിക്കും ഒരു 2 വർഷം എന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞിന് 2 വയസ്സ് വരെ നോർമലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത്രയും നാള് നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം 3 മാസത്തിൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തിനാണ് നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നത്? കാൽഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അസ്ഥികള്, ബോൺസ്, അതുപോലെ തന്നെ മസിൽസ്, ഇത് രണ്ടിന്റെയും ഗ്രോത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് കുഞ്ഞിന്റെ വളർച്ചയില്ല. ഇനി അമ്മയുടെ ആയിക്കോട്ടെ ശരീരത്തിലുള്ള എല്ലുകളും അതുപോലെ തന്നെ മസിൽസിനും ഒക്കെ ശക്തി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാൽഷ്യത്തിന്റെ ലെവല് ബോഡിയിൽ നോർമൽ ആയിരിക്കണം. അപ്പോൾ അത് തീരെ കുറവുള്ളവർക്കാണ് ഒത്തിരി ക്ഷീണം, തളർച്ച, മസിൽ കൊടുത്തി പിടിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ട് അങ്ങനത്തെയൊക്കെ വരുന്നത്. കാരണം പല ഗർഭിണികളും ഒരു 7 മാസം 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒപ്പിൽ ഇതുപോലെ വരാറുണ്ട്. നടുവിന്റെ ഭാഗം ഉളുക്കി, അല്ലെങ്കിൽ വയറിന്റെ ഒരു ഭാഗത്ത് കൊളുത്ത് വീണു, അല്ലെങ്കിൽ തണുപ്പടിച്ചപ്പോ കാലില് മസിൽ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മൾ യൂഷ്വലി ചോദിക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ ആഹാരത്തിലെ കാൽഷ്യം ലെവല് തീരെ കുറവായിരിക്കും. അതായത് കാൽഷ്യം ഉള്ള ആഹാരങ്ങൾ, പാല്, തൈര്, അതൊന്നും ചിലപ്പോൾ കഴിക്കുന്നില്ലായിരിക്കും. മുട്ട, ഇതിലൊക്കെയാണ് കോമൺ ആയിട്ട് കാൽഷ്യം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ കാൽഷ്യം ടാബ്ലറ്റ് ചിലർ ഒഴിവാക്കും. കാരണം കാൽഷ്യം പൊതുവേ മിക്ക ടാബ്ലറ്റ്സും കുറച്ച് വലുതാണ്. ഇപ്പോൾ പുതിയ പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്, തീരെ ചെറിയ സൈസിലുള്ള കാൽഷ്യം ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഒത്തിരി വലിയ ടാബ്ലറ്റ് ആണെങ്കിൽ ചിലപ്പം കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഛർദി, ഓക്കാനം അങ്ങനെയൊക്കെ വരുന്നു എന്ന് കരുതി ഇങ്ങനെ കഴിക്കാതെ ഒഴിവാക്കും കാൽഷ്യം ടാബ്ലറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പൊതുവേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോ പ്രസവത്തിന്റെ സമയം ആയിക്കോട്ടെ, നല്ല പോലെ ശക്തിയിൽ പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ശക്തി വേണം, മസിലിനൊക്കെ തീർച്ചയായിട്ടും ശക്തി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാൽഷ്യം ടാബ്ലറ്റ്സും കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പോ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത മറ്റൊരു ടാബ്ലറ്റ് ആണ് കാൽഷ്യം ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടാബ്ലറ്റ്സും, ഫോളിക് ആസിഡ് ആയിക്കോട്ടെ, അയൺ ടാബ്ലറ്റ്സ് ആയിക്കോട്ടെ, കാൽഷ്യം ടാബ്ലറ്റ്സ് ആയിക്കോട്ടെ, ഗർഭിണികൾ ഒരു ദിവസം പോലും മറക്കാതെ കഴിക്കേണ്ട ഒരു കാര്യമാണ്. അതില് ഫോളിക് ആസിഡ് ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റ്സും ആഹാരത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. അയൺ ടാബ്ലറ്റ് റെഗുലർ ആയിട്ടുള്ള അയൺ ടാബ്ലറ്റ് ആണെങ്കിൽ ഫുഡിന് മുന്നേ ആണ് കഴിക്കേണ്ടത്, എന്നാലേ മാക്സിമം നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അയണും കാൽഷ്യവും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റ്സും ഒരിക്കലും ഒരുമിച്ച് കഴിക്കരുത്. ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശരീരം വലിച്ചെടുക്കത്തില്ല. അപ്പോൾ അയൺ ടാബ്ലറ്റ് ഇപ്പോൾ ഉച്ചയ്ക്കാണ് കഴിക്കുന്നെങ്കിൽ കാൽഷ്യം രാത്രിയിൽ, അല്ലെങ്കിൽ കാൽഷ്യം രാവിലെയാണ് കഴിക്കുന്നെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് ഉച്ചയ്ക്ക്. അപ്പൊ ആ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് വേണം അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റ്സും കഴിക്കാനായിട്ട്. പിന്നെ ഈ ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിക്കോട്ടെ, ഡെലിവറിക്ക് ആയിക്കോട്ടെ, എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ടാബ്ലറ്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കഴിക്കാം. ഇത് 3 യൂഷ്വലി എല്ലാ ഗർഭിണികൾക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ആയിരിക്കും. അപ്പൊ അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടെ മാത്രം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഗർഭകാലം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ്സ് എല്ലാം നിങ്ങളുടെ കുഞ്ഞിനെയും കൂടെ അഫക്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സിമിലർ ആയിട്ട് പ്രഗ്നൻസി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലാതെ സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ പറഞ്ഞ ടോപ്പിക്കിലോ മറ്റ് എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സിലോ എന്തെങ്കിലും സംശയമുള്ളവര് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മറ്റ് എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ആവശ്യമുണ്ട്, ഡിസ്കഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.